നമസ്കാരം. തമിഴ്നാട്ടിൽ ഞങ്ങൾ ഇതുവരെ പോവാത്ത ഒരു സ്ഥലമുണ്ട്, മന്നാർഗുഡി. അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 12:30 മന്നാർഗുഡിയിലേക്ക് പോകുന്ന ചെമ്മൊഴി എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യുന്ന ട്രെയിൻ മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസിനാണ്. ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തി? വണ്ടി ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു. കാരണം സമയം ഇപ്പോൾ 11:50. നമ്മുടെ വണ്ടി ഇവിടെ എത്തുന്നത് 12:15. ഇനിയിപ്പോൾ കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് ഉണ്ട്, പെട്ടെന്ന് തന്നെ എത്തും. പോകാനുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന കോച്ച് സെക്കൻഡ് സീറ്റിംഗിൽ D2. സമയം 5 മണിയായി. പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇതാ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള കോയമ്പത്തൂർ. നീലേശ്വരത്ത് നിന്നും 328 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:20 സമയം. ഇപ്പോൾ ഇനിയൊരു 6 മണിക്കൂർ നമുക്കിവിടെ ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. ആറാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ഈ ട്രെയിനില്ലേ, ഇത് തന്നെയാണ് മന്നാർഗുഡിയിലേക്ക് പോകുന്ന ചെമ്മൊഴി എക്സ്പ്രസ്. പക്ഷേ ഇതിപ്പോൾ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന പാസഞ്ചറാണ്. 6:40 ഇവിടുന്ന് എടുക്കും. 8:20 ആകുമ്പോൾ ഇത് പൊള്ളാച്ചിയിലെത്തും. അവിടുന്ന് 8:55 പുറപ്പെട്ട് 10:50 ഇവിടെ തിരിച്ചെത്തും. എന്നിട്ടാണിത് ചെമ്മൊഴി എക്സ്പ്രസ് ആയിട്ട് തിരിച്ചു പോവുക. അതായത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ തിരക്കൊന്നുമില്ല. ഇതിൻ്റെ സ്ലീപ്പറൊക്കെ ഓപ്പണാണ്. AC മാത്രമേ ഇപ്പോൾ ലോക്കായിട്ടുണ്ടാവുള്ളൂ. ഈ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലുള്ള കോവിലുണ്ട്. ഇവിടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെയും 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെയും ഈ ഭാഗത്താണുള്ളത്. ഇപ്പോൾ മധുരയിൽ പോയാൽ തന്നെ നമുക്ക് സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ കാണാം. ഇപ്പോൾ സമയം 8:00. ഇത്ര നേരം വെയിറ്റിംഗ് റൂമിലാണ് ഉണ്ടായത്. രാത്രി കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ ഓരോ യാത്രയിലും പോകുമ്പോൾ ഈ ഒരു പാർസൽ കവറൊക്കെ വാങ്ങിച്ച് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചപ്പാത്തിയാണ്. ഒരു 4 ചപ്പാത്തിയും പിന്നെ ഒരു കറിയും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് കഴിക്കാമെന്ന് കരുതി. ഇവിടെ കേരള എക്സ്പ്രസിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ട്, തിരുവനന്തപുരം ന്യൂഡൽഹി. ഭക്ഷണമൊക്കെ കഴിച്ച് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 9 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ തിരക്കിപ്പോൾ ഇങ്ങനെയാണ്, നല്ല റഷാണ് ആ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ ഇതുവഴി തന്നെയാണ് മെയിൻ റോഡൊക്കെ ഉള്ളത്. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ കാണുന്ന ഈ ട്രെയിനില്ലേ, ഇത് കോയമ്പത്തൂർ സിൽച്ചർ എക്സ്പ്രസ് ആണ്. അരണോയ് എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ്. ഇത് ഇവിടുന്ന് 10 മണിക്കാണ് എടുക്കുക. ഇപ്പോൾ 9:33 അപ്പോൾ ഇതിൻ്റെ അൺറിസർവ്ഡ് ക്ലാസ്സാണിത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തിരക്ക് വന്നു. എന്തൊരു സ്മെല്ലാണെന്നറിയോ, നല്ല മുല്ലപ്പൂവിൻ്റെ ഗന്ധം. ഇന്ന് വൃത്തിയാക്കുന്നേ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ തന്നെ ഇതിൻ്റെ അൺറിസർവ്ഡൊക്കെ ഫുള്ളായി. ഇവിടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഈ ട്രെയിനിൻ്റെ ഇത് മയിലാടുതുറയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഇതിപ്പോൾ കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ LHPയിലേക്ക് മാറിയിട്ട്. അതിനു മുന്നേ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിനെ പോലെ പഴയ ഉത്കൃഷ്ട കോച്ചുള്ള ഒരു ട്രെയിനായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ഇത് അടിപൊളി കോച്ചുള്ള ജനശതാബ്ദി എക്സ്പ്രസ് തന്നെയായി. പക്ഷേ ഇതിൻ്റെ സീറ്റിംഗ് ലേഔട്ടൊക്കെ വരുന്നത് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദിനെ പോലെ
മുന്നോട്ട് നോക്കിയിരിക്കേണ്ട ആ ഒരു, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആ ഒരു സീറ്റിംഗ് ലേഔട്ട് തന്നെയാണ്. 10:45 പൊള്ളാച്ചി കോയമ്പത്തൂർ പാസഞ്ചർ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 4 കടന്നു വരികയാണ്. ഇനിയിപ്പോൾ ഇത് തന്നെയാണ് ചെമ്മൊഴി എക്സ്പ്രസ് ആയിട്ട് ഇവിടുന്ന് പോവുക. ഇതിന് 2 ലോക്കോ റിവേഴ്സലുണ്ട്, ഒന്ന് ട്രിച്ചിന്ന് മറ്റൊന്ന് നെടുമംഗലത്തുനിന്ന്. ആൾക്കാർ ഇപ്പം തന്നെ ഇതിൽ കയറാൻ തുടങ്ങി. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൻ്റെ സ്ലീപ്പറിൽ S2 ആണ്. ഈ കോച്ച്, ഈ കോച്ചിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. 2004 നിർമ്മിച്ച കോച്ചാണത്. ഒരുപാട് പഴക്കമുള്ളൊരു കോച്ചാണ്. ട്രെയിൻ നമ്പർ 166-16, അതാണ് കോയമ്പത്തൂർ മന്നാർഗുഡി ചെമ്മൊഴി എക്സ്പ്രസിൻ്റെ നമ്പർ. ഇനിയിപ്പോൾ നമുക്ക് തന്നെ ആദ്യം കയറാം, വേറെ ആരും ഇതുവരെ വന്നിട്ടില്ല. S2 ബർത്ത് നമ്പർ വരുന്നത് 24-23, അതായത് ഈ സൈഡ് അപ്പറും സൈഡ് ലോവറും ആണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ലൈറ്റൊന്നും ഈ കോച്ചിൻ്റെ അകത്ത് മാത്രം ലൈറ്റ് ഇല്ല, ബാക്കി എല്ലാ കോച്ചിൻ്റെ അകത്തും ലൈറ്റ് ഉണ്ട്. അതായത് ഇത് എല്ലാ ഭാഗത്തും ലൈറ്റ് ഇല്ല, ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് ഇവിടുത്തെ ലൈറ്റൊക്കെ ഈ സ്വിച്ചൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെയധികം പഴക്കം ചെന്ന ഒരു കോച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതായത് ഈ സ്വിച്ച് ബോർഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ട്രെയിനിലേക്ക് പെട്ടെന്ന് കയറുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ S2 എന്ന് എഴുതിയൊരു ബോർഡ്. അതിൻ്റെ ഇവിടെ തന്നെ നോ സ്മോക്കിംഗ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പുകവലിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ കേരള റെയിൽവേ പോലീസിനൊക്കെ മറ്റൊരു ചെറിയൊരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. ട്രെയിനിൽ എന്തെങ്കിലും അടിയന്തര സഹായത്തിനായിട്ട് 112 നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 3 ദിവസം മുന്നെയാണ്. RAC 21-22 എന്ന ഒരു രീതിയിലുണ്ടാകുന്ന സമയത്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ചാർട്ട് പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 ബർത്ത് കിട്ടി, സൈഡ് ലോവറും സൈഡ് അപ്പറും. വലിയ തിരക്കൊന്നുമില്ല, കാരണം RAC വന്നെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇറങ്ങി താഴോട്ട് വരികയും ചെയ്തു, കൺഫേം ആവുകയും ചെയ്തു. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ദിവസം, ഇനി അതായത് അപ്കമിങ് ദിവസങ്ങളൊക്കെ ഇനി വരുന്നുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഈ ട്രെയിനിൽ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു വണ്ടി തന്നെയാണ് ഇത്. ഇപ്പൊ ഇവിടുന്ന് കോയമ്പത്തൂർ വരുന്ന മന്നാർഗുഡി വരെ നമുക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 225 രൂപയാണ്. ഈ ട്രെയിനിൽ ഇപ്പൊ ഞങ്ങൾ കയറിയിട്ട് 40 മിനിറ്റോളായി. കൊതുക് കടിച്ച് ഒരു രക്ഷയില്ല. കാരണം എന്താ പറയാ, ഞങ്ങൾ അവിടെ ഒരു ജനൽ തുറന്നിട്ടുണ്ട്, പിന്നെ ഈ ഭാഗത്ത് ജനലെല്ലാം തുറന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് നല്ല ചൂടാണല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ജനൽ തുറന്നത്. എല്ലാ ഭാഗത്തും കൊതുകാണ്. ഇവിടെ മാത്രമല്ല, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അവിടെയും നല്ല കൊതുക് തന്നെ അല്ലേ. നമ്മൾ നേരത്തെ 2-ാം നമ്പറിനും 1-ാം നമ്പറിനും ഇടയിലുള്ള ഒരു വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. അവിടെ നേരത്തെ ആദ്യം വന്നപാട് കോയമ്പത്തൂർ ഇന്റർസിറ്റി ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ആ ഭാഗത്താണ് ഉണ്ടായത്. കൊതുക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നമ്മൾ ചാർജ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ചാർജ് ഊരി വെച്ചിട്ട് ഇറങ്ങി നടക്കുകയാണ് ഇത്. കാരണം കൊതുക് ശൈലിയാണ് ഇപ്പൊ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ മുഴുവനായിട്ട്. കറക്റ്റ് 12:30 തന്നെ ചെമ്മൊഴി എക്സ്പ്രസ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇത് എടുത്തിരിക്കുകയാണ്. കോയമ്പത്തൂരിന് മന്നാർഗുഡിക്കടിയിൽ ഈ ട്രെയിന് 7 സ്റ്റോപ്പുകളാണുള്ളത്. ഈറോഡ്, കരൂര്, ട്രിച്ചി, തഞ്ചാവൂർ വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. അടുത്ത സ്റ്റോപ്പിന് തിരുപ്പൂര്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനോട് വരാം. ഇന്ന് രാത്രിക്കുള്ള കാഴ്ചകൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കിടന്നുറങ്ങാനാകെ ഒരു 5 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. അപ്പം നമുക്ക് നാളെ രാവിലെ മുതലുള്ള നല്ല കാഴ്ചകളൊക്കെ പകർത്താം. എന്നാൽ പിന്നെ ഇന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങുകയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:30. നെടുമംഗലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ട്രെയിനിൻ്റെ അകത്ത് അധികം ആൾക്കാരേ ഇല്ല, വളരെ ചുരുക്കം ആൾക്കാർ, 3-4 ആൾക്കാർ മാത്രമേ ഈ ട്രെയിനിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളൂ. ബാക്കി എല്ലാവരും ട്രിച്ചി ഭാഗത്ത് തന്നെ കൂടുതലായിട്ട് ഇറങ്ങി.
ഈ കാണുന്ന ട്രാക്കില്ലേ, ഇതുവഴി തന്നെയാണ് ഇനിയിപ്പോൾ നേരെ മന്നാർകുടിയിലേക്ക് നമുക്ക് പോകാനുള്ളത്. നെടുമംഗലം ജംഗ്ഷൻ വരാൻ കാരണം ഈ ഒരു ട്രാക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പം ഇവിടുന്ന് ആദ്യം ലോക്കോ റിവേഴ്സലുണ്ട്. സ്റ്റേഷൻ കാണാം, നെടുമംഗലം ജംഗ്ഷൻ. ഒരു ഗുഡ്സ് ട്രെയിൻ ആണോ? അതെ. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ചെമ്മൊഴി എക്സ്പ്രസിനെ കൊണ്ട് നമ്മുടെ മലയാളികൾക്കും കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് തഞ്ചാവൂര്, വേളാങ്കണ്ണി, അതുപോലെ തന്നെ നാഗൂർ ദർഗയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് വേറെ വണ്ടികൾ ആദ്യം തന്നെ ഇല്ല. അതായത് നമ്മുടെ മലബാർ ഭാഗത്തു നിന്ന് ഒരു വണ്ടികളും തഞ്ചാവൂര് ഈ പറയുന്ന ഭാഗത്തേക്ക് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ എറണാകുളം ആ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ 2 വണ്ടികളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ തഞ്ചാവൂരിലേക്കല്ല, നാഗപട്ടണം, വേളാങ്കണ്ണിയൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ട്. ഒന്ന് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നല്ല ഒരു ഒരാഴ്ച 2 ദിവസമുള്ള ഒരു വണ്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രിയുള്ള ഒരു കാരക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരാം. പക്ഷെ ഈ ടീ ഗാർഡൻ ചില സാഹചര്യങ്ങളിൽ ടിക്കറ്റ് കിട്ടാത്ത പക്ഷം ആ ഒരു ഭാഗത്തു നിന്നുള്ളവർക്ക് വേഗം നേരെ കോയമ്പത്തൂരൊക്കെ വരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മലബാർ ഭാഗത്തു നിന്നുള്ളവർക്കാണെങ്കിൽ നേരെ തിരിച്ച് ഈ രാത്രി സമയത്ത് കോയമ്പത്തൂർ എത്തുന്ന നേരത്തെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ട് നേരെ എങ്ങോട്ടേക്ക് വരാം? നെടുമംഗലം. അതായത് ഇപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ നെടുമംഗലത്തേക്ക് വരാവുന്നതാണ്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ വണ്ടി വേറെ ഡയറക്ഷനാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് നേരെ ഈ പറഞ്ഞ പോലെ നാഗപട്ടണത്തേക്ക് പോകാം. നാഗപട്ടണത്തേക്ക് ഇവിടുന്ന് ഒരു 47 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നാഗപട്ടണത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് 10 കിലോമീറ്റർ. അങ്ങനെ ടോട്ടലി ഇവിടുന്ന് 57 കിലോമീറ്റർ മാത്രമേ വേളാങ്കണ്ണിയിലേക്ക് ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നാഗൂർ ദർഗയിലേക്ക് ഇവിടുന്ന് വെറും 54 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു നല്ലൊരു കണക്ഷനാണ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തഞ്ചാവൂർ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തഞ്ചാവൂരൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ ഈ എന്താ പറയുക, നേടാമംഗലം എത്തുന്നതിന് മുന്നേ തഞ്ചാവൂർ ഓൾറെഡി കഴിഞ്ഞു. അപ്പം എന്താ പറയുക, ഈ 3 സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ടീ ഗാർഡന് ചില സാഹചര്യങ്ങളിൽ ടിക്കറ്റ് കിട്ടാത്ത പക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എന്താ പറയുക ശ്രമമൊക്കെ നോക്കാം. കാരണം ഈ ചെമ്മൊഴി എക്സ്പ്രസിന് വലിയ ഈ നമ്മുടെ മറ്റേ വണ്ടികൾ പോലെ അങ്ങനെ നല്ല എന്താ പറയുക ഒരു ഹെവി വെയിറ്റ് ലിസ്റ്റ് ഒന്നും പല സാഹചര്യങ്ങളിലും കാണാറില്ല. അങ്ങനെ ലോക്കോ റിവേഴ്സിന് ശേഷം നെടുമംഗലം ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത് തന്നെയാണ് മന്നാർകുടി. 13 കിലോമീറ്റർ ഉണ്ട്. ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് കണ്ട ലോക്കോമോട്ടീവ് അല്ല ഇത്, ട്രിച്ചിയിൽ നിന്ന് മാറ്റം വന്നത് തന്നെയാണ് ഇതിന്. സൂര്യോദയം. ചെമ്മൊഴി എക്സ്പ്രസ് ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം 2013 ഈ ട്രെയിനിന്റെ റേക്ക് ഷെയറിങ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പൊള്ളാച്ചിയിലേക്കുള്ള പാസഞ്ചർ. അതോടൊപ്പം തന്നെ ഈ ട്രെയിൻ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് നാഗർകോവിലേക്കുള്ള എക്സ്പ്രസ് ആയിട്ട് ഓടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതേ ട്രെയിൻ തന്നെയാണ് നാഗർകോവിൽ നിന്ന് കൊല്ലത്തേക്കുള്ള പാസഞ്ചറായിട്ടും പോവുക. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോയമ്പത്തൂരിൽ നിന്നും 337 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മന്നാർകുടി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
മണ്ണ എക്സ്പ്രസ്സും ചെന്തൂർ എക്സ്പ്രസ്സായിട്ട് ഓടുന്ന ഒരു റേക്കാണിത്. മണ്ണ എക്സ്പ്രസ് ചെന്നൈ എഗ്മോറിന്ന് മന്നാർഗുഡിയിലേക്ക്, ചെന്തൂർ എക്സ്പ്രസ് ചെന്നൈ എഗ്മോറിന്ന് തിരുച്ചെന്തൂരിലേക്ക്. ഈ ട്രെയിൻ തന്നെയാണ് മയിലാടുതുറയിലേക്കുള്ള പാസഞ്ചറായിട്ടും പോകുന്നത്. അതായത് ഇതിൻ്റെ AC മാത്രം ലോക്കായിരിക്കും, ബാക്കി എവിടെയും കയറി യാത്ര ചെയ്യാം. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. അപ്പോൾ ഇതാണ് മന്നാർഗുഡി റെയിൽവേ സ്റ്റേഷൻ. മന്നാർഗുഡിയിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 7:29 ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെയൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ. പുറത്തുതന്നെ ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് തന്നെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകാൻ ഡയറക്റ്റ് വണ്ടിയൊക്കെ കിട്ടുന്നുണ്ട്. ഇതാ ഇവിടെ മിനി ബസ് സൗകര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോവുകയാണ്. കുഴപ്പമില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്, പക്ഷെ ടൗണിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ്. മെയിൻ റോഡാണെന്ന് തോന്നുന്നു തൊട്ട് മുന്നിലൂടെ കടന്നു പോകുന്നത്. മന്നാർഗുഡി എന്ന ഒരു പട്ടണത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ്. വീടിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ തമിഴ്നാട്ടിൽ ഇതുവരെ ഇവിടത്തേക്ക് വന്നിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വലിയൊരു ഹൈവേ ആകുന്നു. ഇത് സാധാരണ നോർമൽ റോഡ്. മന്നാർഗുഡി മുനിസിപ്പാലിറ്റി വെൽക്കംസ് യു. ഇവിടെ തന്നെ ഒരു ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസ് ഇങ്ങനെയാണ്. മന്നാർഗുഡി. ചെറിയൊരു ലേക്ക്, നല്ലൊരു വ്യൂ ഉള്ളൊരു പ്രദേശം തന്നെയാണ്. ഇപ്പോൾ ടൗൺ ഏരിയയിലേക്കൊക്കെ പോകുന്ന ആ ഒരു വഴി ഇതാണ്. ഞങ്ങളിവിടെ അടുത്തെവിടെയെങ്കിലും ഒരു ഹോട്ടലുണ്ടോ നോക്കിയത്. രാവിലെ എന്തെങ്കിലും കഴിക്കണം, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. മന്നാർഗുഡി റെയിൽവേ സ്റ്റേഷൻ ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ അവസാനിച്ചു. ട്രാക്ക് ഇതാ അവിടെ എൻഡായി. അതുപോലെ തന്നെ വിജനമായിട്ടുള്ളൊരു പ്രദേശമാണിത്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഇവിടെ ഓൾറെഡി ഉണ്ട്. നെടുമംഗലത്ത് നിന്ന് ഞങ്ങളിതിൻ്റെ ലോക്കോ റിവേഴ്സ്, അതായത് ആ ഒരു അറ്റാച്ച് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പോയില്ലായിരുന്നല്ലോ. അത് മറ്റൊന്നുമല്ല, ട്രിച്ചിയിൽ നിന്ന് തന്നെ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ലോക്കോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ട്രെയിനിൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അതേ ലോക്കോ തന്നെയാണ് ഇപ്പം നെടുമംഗലത്ത് നിന്ന് ഇങ്ങോട്ട് ഓൺ ചെയ്ത് വന്നത്. അതുകൊണ്ട് തന്നെ ലോക്കോ കപ്പിൾ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓൾറെഡി ബാങ്കറായിട്ട് തന്നെ ട്രിച്ചിയിൽ നിന്ന് ഈ ട്രെയിനിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇതാ ആ ഭാഗത്തൊരു ലോക്കോ ഉണ്ട്. അതായത് ട്രിച്ചിയിൽ നിന്ന് വരുമ്പോൾ ഡയറക്ഷൻ അതായിരുന്നല്ലോ. പിന്നെ നെടുമംഗലത്ത് വരുമ്പോൾ പിന്നെ ഈ ഡയറക്ഷൻ ആയല്ലോ. ഇവിടെ ഇതാ ചെമ്മൊഴി എക്സ്പ്രസ് പൊള്ളാച്ചി അൺറിസർവ്ഡ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഈ ട്രെയിൻ തന്നെ ഷുവറായിട്ടും നാഗർകോവിലേക്കുള്ള, അതായത് കോയമ്പത്തൂർ നാഗർകോവിലേക്കുള്ള എക്സ്പ്രസ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം നമ്മുടെ കോച്ചിൻ്റെ അകത്തായാലും മുഴുവനായിട്ടും മലയാളം തന്നെയാണ് കണ്ടത്. അതുപോലെ ആ ട്രെയിൻ തന്നെയാണല്ലോ കൊല്ലത്തേക്കും വരിക. അപ്പോൾ ഇതിൻ്റെ റേക്ക് ഷെയറിങ് പുറത്ത് ആ ബോർഡിൽ കാണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മറുവശത്തായിരിക്കും ആ ഒരു പേരുകൾ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇത്ര വലിയൊരു റേക്ക് ഷെയറിങ് ഉള്ള വണ്ടി തന്നെയാണ്. ഇനിയിപ്പോൾ മന്നാർഗുഡിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഈ മന്നാർഗുഡി എന്ന് പറഞ്ഞ ഒരു പേര് ഉരുത്തിരിഞ്ഞു വന്നത് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന മന്നാർ എന്നൊരു തമിഴ് വാക്കിൽ നിന്നാണ്. അതായത് വിഷ്ണുവിൻ്റെ സ്ഥലം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷ്ണു ക്ഷേത്രമൊക്കെ വൈഷ്ണവ ക്ഷേത്രമൊക്കെ ഉണ്ട്. രാജഗോപാല സ്വാമി ക്ഷേത്രം. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ പോകാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ ദ്വാരക എന്നാണ് ഹിന്ദുക്കൾ ഈ പറഞ്ഞ സ്ഥലത്തെ വിളിക്കുന്നത്. പ്രാദേശികമായിട്ട് ഈ സ്ഥലത്തെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ മണ്ണൈ എന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഒരു ട്രെയിനെ കാണിച്ചു, നമ്മൾ പറഞ്ഞല്ലോ ചെന്നൈ എഗ്മോറിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി, അതിൻ്റെ പേരൊക്കെ മണ്ണൈ. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ ഈ പറഞ്ഞ മന്നാർഗുഡിക്ക് എന്താ പറയുക, രാഷ്ട്രീയപരമായിട്ട് പല കുറച്ച്
ഫേമസ് ആണ്. കാരണം രാഷ്ട്രീയപരമായും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മന്നാർഗുഡിയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ട്രെയിനുകൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നല്ലോ, കോയമ്പത്തൂരിൽ നിന്ന് വന്ന ചെമ്മൊഴി എക്സ്പ്രസ്, അതുപോലെ തന്നെ ചെന്നൈ എഗ്മോറിന്ന് നമ്മൾ തൊട്ട് പിറകിലില്ല മണ്ണൈ എക്സ്പ്രസ്, പിന്നെ അതുപോലെ തന്നെ തിരുപ്പതിയിൽ നിന്ന് മന്നാർഗുഡിയിലേക്ക് വരുന്ന പാമണി എക്സ്പ്രസ്, പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ലോങ്ങസ്റ്റ് ആയിട്ടും പോകുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രാജസ്ഥാനത്തെ ജോധ്പൂരിനടുത്തുള്ള ഭഗത് കി കോട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം അങ്ങോട്ടേക്കൊരു ട്രെയിൻ പോകുന്നുണ്ട്, ഒരു വീക്കിലി വണ്ടി പോകുന്നുണ്ട്. അപ്പം ആ ട്രെയിനൊക്കെ വന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയപരമായി അങ്ങനെയാണ് ഈ ഒരു എന്താ പെട്ടെന്ന് ഒരു ലോങ്ങസ്റ്റ് വണ്ടി ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സർവീസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഒരു അത്ഭുതം വരൂലേ. അപ്പോൾ ആ ട്രെയിനൊക്കെ വന്നത് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. മന്നാർഗുഡി സ്റ്റേഷൻ്റെ കോഡ് MQ എന്നാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് മയിലാടുതുറയിലേക്കാണ്. അപ്പോൾ ഈ തൊട്ട് മുന്നിലുള്ള ഈ ട്രെയിൻ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേക്ക് ഷെയറിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി പറഞ്ഞല്ലോ. ചെന്തൂർ എക്സ്പ്രസ്, അതായത് തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന വണ്ടി, ടിക്കറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മണ്ണ എക്സ്പ്രസ്സിന് അങ്ങനെ തന്നെയാണ്. ഞങ്ങളിന്ന് പോകുന്ന വണ്ടീൻ്റെ നമ്പറൊക്കെ ഇവിടെ ഇതാ വരുന്നതാ, എക്സ്പ്രസ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ്. ഇതിവിടുന്ന് 8:35 മയിലാടുതുറയിലേക്ക് എടുക്കുക. നമുക്കിതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൽ കയറാം, കാരണം AC മാത്രമേ ലോക്കായിട്ട് ഉണ്ടാവുള്ളൂ. കുറച്ച് മുന്നിലോട്ട് പോയിട്ട് അധികം ആരൊന്നും ഇല്ലാത്ത കോച്ചിലോട്ട് പോയിട്ട് കയറാം. ഈ പ്ലാറ്റ്ഫോമിലേക്കിടെ നടക്കാനുള്ള ഒരു നല്ല സൗകര്യമൊന്നുമില്ല. ഇതാ മുഴുവനും ഇവിടെയൊക്കെ കിളച്ചിട്ടിട്ടാണ് ഉള്ളത്. ഈ ഒരു കോച്ച് കയറണ്ട, അതിൻ്റെ തൊട്ടപ്പുറത്തെ കോച്ചിൽ കയറാം. ശരിക്കും ഈ ട്രെയിനിൽ ഇവിടെ നിന്ന് വന്ന് കയറാൻ ആരും തന്നെ ഇല്ല. ഇതാ സ്റ്റേഷൻ ടോട്ടലി എംപ്റ്റി ആയിട്ടാണ് ഉള്ളത്. ഈ കോച്ചിൽ നമുക്ക് കയറാം. ഇതിൽ ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ ഇരിക്കാം, ഈ ഭാഗത്ത് തന്നെ ഇരിക്കാം. കാരണം എന്തായാലും തിരക്ക് വരണമെങ്കിൽ നെടവങ്കൽ എത്തണമല്ലോ അല്ലേ. തിരുവാരൂർ വഴിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ വണ്ടി റേക്ക് ഷെയറിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ചെന്തൂർ എക്സ്പ്രസ് പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ തന്നെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വണ്ടിയാണ് തിരുച്ചെന്തൂർ വണ്ടി. ഞങ്ങൾ നേരത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതുവരെ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. എപ്പോൾ നോക്കിയാലും വെയിറ്റ് ലിസ്റ്റ് തന്നെ. ഈ കോച്ചിൽ നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും തന്നെ ഇല്ല. കറക്റ്റ് 8:35 തന്നെ മയിലാടുതുറൈ പാസഞ്ചർ ഇവിടുന്ന് ഇതാ എടുത്തിരിക്കുകയാണ്. നമ്മൾ വന്ന ചെമ്മോഴി എക്സ്പ്രസ് ഇതാ ഇവിടെ കിടക്കുകയാണ്. നേരത്തെ ചെമ്മൊഴി എക്സ്പ്രസിൻ്റെ ലോക്കോൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിന് നേരത്തെ ആ ഭാഗത്തും ലോക്കോ ഉണ്ടായിരുന്നു. അതാ ഈ ഭാഗത്തും ഇതാ ലോക്കോമോട്ടീവ്. ഭയങ്കരമായിട്ട് തന്നെ വന്നു ഇതിൻ്റെ പുറകെ. നമ്മൾ നേരത്തെ നടന്നു പോയ വഴിയില്ല, അതിതാണ്. നെടമംഗലം സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയുള്ള വലിയൊരു വളവ്. ലോക്കൊക്കെ അങ്ങ് അവിടെ എത്തി. നെടമംഗലത്ത് എത്തിയപ്പോൾ ഒരു ട്രെയിനൊക്കെ കണ്ടു. ഇത് വേളാങ്കണ്ണിയിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്ന DEMU ആണ്. നമ്മളെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്ത്. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു കോവിലൊക്കെ ഉണ്ട്. ഇതാ കോയമ്പത്തൂരിൽ നമ്മൾ കാണിച്ചല്ലോ, അതുപോലെ തന്നെ ഈ ഭാഗത്തും ഉണ്ട്. ട്രെയിൻ ഇതാ തിരുവാരൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടുന്ന് കുറച്ച് ആൾക്കാരുണ്ട് കയറാൻ. നമ്മളിപ്പോൾ പോയ മന്നാർഗുഡിയൊക്കെ വരുന്നത് ഈ തിരുവാരൂർ ജില്ലയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വലിയൊരു ജംഗ്ഷൻ തന്നെയാണ്. അപ്പം 4 റൂട്ടുകൾ പോകുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ വന്ന നീടാമംഗലം റൂട്ട്, ഇനി പോകുന്ന മയിലാടുതുറ റൂട്ട്, പിന്നെ മറ്റേ രണ്ടെണ്ണം പറഞ്ഞാൽ ഒന്ന് കരൈക്കുടിയിലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ വേളാങ്കണ്ണി എറണാകുളം വണ്ടിയൊക്കെ പോകുന്ന റൂട്ട് അതാണ്. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ നേരെ നാഗപട്ടണം കാരയ്ക്കൽ. മന്നാർഗുഡിയിൽ അവിടെ ഒരു ഹോട്ടലും കണ്ടില്ല. ഇവിടെ തിരുവാരൂരിൽ നിന്ന് 4 സമൂസ വാങ്ങിച്ചിരിക്കുകയാണ്. ബാക്കി നല്ല ഭക്ഷണം എന്തായാലും ഇനിയിപ്പം മയിലാടുതുറ എത്തിയ ശേഷം കഴിക്കാം. അപ്പം ഒരു സമൂസക്ക് 10 രൂപയാണ് ആയത്. ഇവിടെ മുഴുവനും നെൽകൃഷിയാണ്. ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ്. പെരളം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ ട്രെയിൻ കാവേരി ഡെൽറ്റ ഭാഗത്തൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മന്നാർഗുഡിയിൽ നിന്ന് മയിലാടുതുറ വരെ ഈ ട്രെയിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് മയിലാടുതുറ. ഇതുവഴി തന്നെ റോഡുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് ബസ് പോകുന്നത് നമുക്ക് കാണാം. ട്രെയിൻ അങ്ങനെ മയിലാടുതുറൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ട്രാക്ക് വരുന്ന കാണുന്നില്ലേ, ഇത് നേരെ കുംഭകോണം വഴി തഞ്ചാവൂരിലേക്ക് പോകുന്ന ട്രാക്കാണ്. ചോഴൻ എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് വരിക. മന്നാർഗുഡിയിൽ നിന്നും 77 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രെയിൻ മയിലാടുതുറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 10:20. മയിലാടുതുറൈ ജംഗ്ഷൻ. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ ആകെ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഇത് മയിലാടുതുറയിൽ നിന്ന് സെങ്കോട്ടയിലേക്കുള്ള പാസഞ്ചറാണ്. ഈ ട്രെയിൻ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് തഞ്ചാവൂരിൽ നിന്ന് മധുരൈ വരെ. മയിലാടുതുറൈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്, റെനോവേഷനാണ്. അപ്പോൾ അടിപൊളി റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ്. പിന്നെ ഇതാ അവിടെ തൊട്ട് പുറത്തായിട്ട് തന്നെ ഒരു ബസ്സൊക്കെ കാണാം. മെയിൻ ടൗണിലേക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ ബസ് കയറിയിട്ട് പോവാം. പിന്നെ പുറത്തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളിവിടെ ഇതിനു മുന്നേ മയിലാടുതുറയിൽ വന്നിട്ടുണ്ട്, 2-3 തവണ വന്നിട്ടുണ്ട്. ഇവിടെ കോയമ്പത്തൂർ മയിലാടുതുറ ജനശതാബ്ദിയൊക്കെ ചെയ്യാൻ വന്ന ആ സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു വഴി. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇതുവഴി നടക്കുകയാണ്. ഇവിടെ മുഴുവനും ഫ്ലക്സ് മാത്രമേ ഉള്ളൂ. ആ ബസ് പോയത് ഇതുവഴിയാണ്. ഞങ്ങൾ കുറച്ച് ഭാഗം ഇതുവഴി നടക്കാമെന്ന് കരുതി. ഇവിടെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നൊരു കടയൊക്കെ ഉണ്ട്. വലിയ വൃത്തിയില്ലായ്മയൊന്നുമില്ല. മയിലാടുതുറൈ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ കോഡ് MV എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാവേരി നദി കാണാം. ഇതാ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ വീതിയൊക്കെ വളരെയധികം കുറവാണ്. കാവേരി നദി സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇതാ ഈ ഭാഗത്താണ് അതിൻ്റെ ആ ഒരു പാലൊക്കെ വരുന്നത്. വളരെ അടുത്ത് തന്നെയാണ്, സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു നദിയും ഒഴുകുന്നത്. ഇവിടെ മയിലാടുതുറൈ റെയിൽവേ സ്റ്റേഷനിലും ഒരു കോവിലുണ്ട്. ഇതേ നമുക്ക് തൊട്ട് മുന്നിലായി കാണാം.
നീലേശ്വരത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ്. നേരെ കോയമ്പത്തൂർ വന്നു. കോയമ്പത്തൂർ നേരെ മന്നാർകുടിയിൽ നേരെ മയിലാടുതുറൈ. നിങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ആ റേക്ക് ഷെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചെമ്മൊഴി എക്സ്പ്രസ് ആയിട്ട് പോകേണ്ട വണ്ടിയാണ്. അവർ നേരെ അത് പൊള്ളാച്ചിയിലോട്ട് പോയി. ഇനിയിപ്പോൾ നേരെ ചെമ്മൊഴി എക്സ്പ്രസ്സിന് മന്നാർകുടി വന്നിറങ്ങിയപ്പോൾ നമ്മുടെ മണ്ണ എക്സ്പ്രസ് അത് നേരെ ഇവിടത്തേക്കുള്ള പാസഞ്ചറായി. ഇവർ ഒരു ട്രെയിൻ പോലും ഒരു സ്റ്റേഷനിൽ കൊണ്ടിട്ടാൽ അത് അവിടെ വെറുതെ ഇടുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാവേലി മലബാർ എക്സ്പ്രസ് ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും പോകുന്നുണ്ട്, മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും പോകുന്നുണ്ട്. അവിടെ ആ ഒരു സ്റ്റേഷനിൽ കൊണ്ടിട്ടാൽ രാവിലെ കൊണ്ടിട്ടാൽ പിന്നെ വൈകുന്നേരം രാത്രിക്ക് മാത്രമേ വരുന്നുള്ളൂ. രാവിലെ ഇപ്പോൾ മാവേലി എക്സ്പ്രസ് എല്ലാം മംഗലാപുരം എത്തിയ ശേഷം ഒരു കോഴിക്കോടേക്കോ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു പാസഞ്ചറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഒരുപാട് റഷൊക്കെ കുറക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ അല്ലേ. മാവേലി മലബാറും ഈ പറഞ്ഞ വെസ്റ്റ് കോസ്റ്റ് മെയിലായിട്ടൊക്കെ റേക്ക് ഷെയറിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്കും വരണ്ട. ഈ ചെറിയ ഷോർട്ട് ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാല് ആ ഒരു തിരക്ക് കുറക്കാൻ വളരെയധികം ഉപകാരമാണ്. ഈ പറഞ്ഞ പോലെ നമ്മളെന്താ പറയാ, ഇപ്പം വന്നല്ലോ മണ്ണ എക്സ്പ്രസ്, ഇപ്പം മയിലാടുതുറ വന്നത് ചെറിയൊരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. മെയിൻ്റെനൻസ് നോക്കണ്ട. അല്ലെങ്കിലും തമിഴ്നാട്ടുകാർ വണ്ടി വെറുതെ എവിടെ ഇടുന്നില്ല. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ചെന്നൈയിലേക്കാണ്. അതിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 12 മണി ആയതേ ഉള്ളൂ. അപ്പം 1:15 സമയത്താണ് നമുക്ക് ഇവിടുന്ന് ചെന്നൈ എക്മോറിലേക്ക് പോകേണ്ട ചോളൻ എക്സ്പ്രസ്. അത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വരും. ഞങ്ങൾ അതിന് ജനറലാണ് പോകുന്നത്. ടിക്കറ്റ് നോക്കിയ സമയത്ത് ഫുൾ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. അപ്പം അതിനാ പോകുന്നത്. ആ വണ്ടിയും ഇതേപോലെ എന്താ പറയാ, രാത്രി റോക്ക് ഫോർട്ടായിട്ട് ഓടുന്ന വണ്ടിയാണ്. പകല് സ്ലീപ്പർ അടക്കം സെക്കൻഡ് സീറ്റിങ്ങും എസിയും ഫസ്റ്റ് എസിയും എല്ലാം അടക്കം ഓടുന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ കേരളത്തിൽ കാണും ഇതേപോലെ പകൽ മാത്രം ഓടുന്ന ഒരു വണ്ടി. നമ്മുടെ പരശുരാമിന്റെ ഒക്കെ അവസ്ഥ എന്താണ്, സെക്കൻഡ് സീറ്റിംഗ് എടുത്തിട്ട് എന്താ പറയാ, നമ്മുടെ നീലേശ്വരന് തിരുവനന്തപുരം വരെ ഇരുന്ന് പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അതൊരു വല്ലാത്ത സീറ്റിംഗിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. അതെ. അപ്പോൾ ഒരുപാട് നല്ല നല്ല ട്രെയിനുകൾ ഇതുപോലെ റേക്ക് ഷെയറിംഗ് ഒക്കെ, അതായത് ഈ ഇപ്പോൾ വെറുതെ ഓരോരോ സ്ഥലത്തും ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തായാലും രാവിലെ പുലർച്ചക്കെല്ലാം ട്രെയിൻ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിക്കെല്ലാം ട്രെയിൻ എടുക്കും. ഏതെങ്കിലും ഭാഗത്തേക്ക് ഒരു പാസഞ്ചറൊക്കെ ആയിട്ട് ഓടിച്ചൂടെ. അതിന് വേറെ കാര്യമുണ്ട്. നമ്മുടെ മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ വെസ്റ്റ് കോസ്റ്റ് മെയിൽ ആ ഒരു പെട്ടെന്ന് സമയമില്ലാതെ. തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം ഉണ്ടല്ലോ. പിന്നെ രാവിലെ പാലരുവിന്റെ എല്ലാം തിരക്കിന്റെ കാര്യമൊന്നും പിന്നെ എടുത്ത് പറയുന്നില്ലല്ലോ. സത്യം. ഇപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ നിങ്ങൾ അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് ചെന്നൈയിൽ നിന്നുള്ള ട്രെയിനിന്റെ കാഴ്ചയാണ്. ഊട്ടിയിലേക്കുള്ള നല്ല മനോഹരമായ ട്രെയിൻ യാത്ര. അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മറ്റു ബൈ.